കാലങ്ങൾക്കു മുൻപ് ഭൂമി ഇന്നത്തെപ്പോലെ ആയിരുന്നില്ല. പ്രകൃതിയുടെ ഓരോ തുടിപ്പിലും മാന്ത്രികത നിറഞ്ഞ ഒരു കാലം. മരങ്ങൾ പരസ്പരം സംസാരിക്കുന്ന കാറ്റിന് സ്വന്തമായി പാട്ടുകളുള്ള ആ കാലത്ത് ദണ്ഡകാരണ്യം എന്ന മഹാവിപിനത്തിൽ കിഷ്കിന്ധ എന്നൊരു സാമ്രാജ്യമുണ്ടായിരുന്നു. സാധാരണ മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയാത്തത്ര ദുർഘടമായ പാതകളും അമ്പരചുംബികളായ പർവ്വതങ്ങളും നിറഞ്ഞ ആ പ്രദേശം വാനരന്മാരുടെ സ്വന്തം ലോകമായിരുന്നു. സ്വർണ്ണഗുഹകളും രത്നങ്ങൾ പതിച്ച കൊട്ടാരങ്ങളും അവിടെയുണ്ടായിരുന്നു. ആ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു വാലി. ഇന്ദ്രന്റെ അംശമായി ജനിച്ച വാലിക്ക് ലോകത്തിൽ ആരെയും ഭയമില്ലായിരുന്നു. തന്നോട് എതിരിടാൻ വരുന്നവന്റെ പകുതി ശക്തി സ്വന്തം ശരീരത്തിലേക്ക് ആവാഹിക്കാൻ വരം ലഭിച്ച ആ മഹാവീരനെ ദേവന്മാർ പോലും ബഹുമാനിച്ചിരുന്നു. രാവണനെപ്പോലും തന്റെ കക്ഷത്തിൽ വച്ച് ലോകം ചുറ്റിയ വാലിയുടെ ശക്തിയെക്കുറിച്ച് 3 ലോകങ്ങളിലും പാടിപ്പുകഴ്ത്തിയിരുന്നു. എന്നാൽ ആ വലിയ പോരാളിയുടെ ഉള്ളിലും ഒരു മൃദുലമായ ഇടമുണ്ടായിരുന്നു. ആ ഇടം സ്വന്തമാക്കിയത് താര എന്ന സുന്ദരിയായ വാനരരാജ്ഞിയായിരുന്നു. പാലാഴി മഥനസമയത്ത് ഉയർന്നുവന്ന രത്നങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന താര വെറുമൊരു ഭാര്യ മാത്രമല്ലായിരുന്നു കിഷ്കിന്ധയ്ക്ക്. വാലിയുടെ ശക്തിക്ക് ഒരു മാർഗദർശിയായി അദ്ദേഹത്തിന്റെ ഓരോ തീരുമാനങ്ങളിലും ബുദ്ധിയുടെ വെളിച്ചം വീശിയവളായിരുന്നു താര. അവരുടെ പ്രണയം കിഷ്കിന്ധയിലെ കാറ്റിൽ പോലും അലിഞ്ഞു ചേർന്നിരുന്നു. എല്ലാ ദിവസവും രാവിലെ സൂര്യനെ നോക്കി പ്രാർത്ഥിക്കുന്ന വാലിയുടെ അരികിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന താര ആ സാമ്രാജ്യത്തിന്റെ ഐശ്വര്യമായിരുന്നു. യുദ്ധഭൂമിയിൽ എതിരാളികളെ വിറപ്പിക്കുന്ന വാലി താരയുടെ അരികിലെത്തുമ്പോൾ ശാന്തനായ ഒരു കാമുകനായി മാറി. അവർ ഒരുമിച്ച് കിഷ്കിന്ധയുടെ മലമുകളിലിരുന്ന് അസ്തമയ സൂര്യനെ നോക്കിക്കണ്ടു. തങ്ങളുടെ സാമ്രാജ്യം എത്രത്തോളം വലുതാണെന്നും തങ്ങളുടെ ജനങ്ങൾ എത്രത്തോളം സന്തുഷ്ടരാണെന്നും അവർ പരസ്പരം പറഞ്ഞു. അങ്ങനെയുള്ള ആ സുവർണ കാലഘട്ടത്തിലാണ് താരയുടെ ഉള്ളിൽ ഒരു പുതിയ ജീവൻ തുടിക്കാൻ തുടങ്ങിയത്. അത് വെറുമൊരു കുഞ്ഞായിരുന്നില്ല. വരും കാലങ്ങളിൽ ലോകം മുഴുവൻ അറിയപ്പെടാൻ പോകുന്ന രാമരാവണ യുദ്ധത്തിൽ വലിയ പങ്ക് വഹിക്കാൻ പോകുന്ന ഒരു മഹാവീരന്റെ ജനനത്തിനായുള്ള തയ്യാറെടുപ്പുകളായിരുന്നു അത്. താര ഗർഭിണിയാണെന്ന വാർത്ത കിഷ്കിന്ധ മുഴുവൻ ഒരു ഉത്സവമായി മാറി. കാട്ടിലെ മരങ്ങളിൽ മുഴുവൻ പുതിയ പൂക്കൾ വിടർന്നു. പുഴകളിലെ വെള്ളത്തിന് കൂടുതൽ മധുരമുള്ളതായി തോന്നി. വാനരന്മാർ മരക്കൊമ്പുകളിൽ നിന്ന് മരക്കൊമ്പുകളിലേക്ക് ചാടി ഈ സന്തോഷവാർത്ത പരസ്പരം പങ്കുവച്ചു. വാലിയുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. തന്റെ പിൻഗാമിയായി തന്നെക്കാൾ ശക്തനായൊരു മകൻ ജനിക്കാൻ പോകുന്നു എന്ന ചിന്ത ആ അച്ഛന്റെ ഉള്ളിൽ വലിയ ആവേശം നിറച്ചു. ഗർഭകാലത്ത് താര കൂടുതൽ സുന്ദരിയായി കാണപ്പെട്ടു. അവരുടെ മുഖത്ത് ഒരു പ്രത്യേകതരം തിളക്കമുണ്ടായിരുന്നു. പലപ്പോഴും താര തന്റെ വയറ്റിൽ കൈവച്ച് ആരും കേൾക്കാത്ത ഭാഷയിൽ കുഞ്ഞിനോട് സംസാരിക്കുമായിരുന്നു. താൻ ജനിക്കാൻ പോകുന്ന ലോകം എത്ര മനോഹരമാണെന്നും തന്റെ അച്ഛൻ എത്ര വലിയ വീരനാണെന്നും അവർ ആ കുഞ്ഞിന് പറഞ്ഞുകൊടുത്തു. വാലി തന്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് താരയുടെ അരികിൽ തന്നെ നിന്നു. കാട്ടിലെ ഏറ്റവും മധുരമുള്ള പഴങ്ങൾ തേടിപ്പിടിച്ച് വാലി താരയ്ക്ക് നൽകി. അവൾക്ക് വിശ്രമിക്കാൻ പൂക്കൾ കൊണ്ട് മൃദുലമായ ശയ്യകൾ ഒരുക്കി. ഒരു മഹാരാജാവ് തന്റെ ഗർഭിണിയായ ഭാര്യയെ എത്രത്തോളം സ്നേഹത്തോടെയും കരുതലോടും കൂടിയാണ് നോക്കുന്നതെന്ന് കിഷ്കിന്ധയിലെ ജനങ്ങൾ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. പ്രകൃതിയുടെ ഓരോ മാറ്റങ്ങളും ആ കുഞ്ഞിന്റെ വരവിനെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. വസന്തം കിഷ്കിന്ധയിൽ സ്ഥിരമായി തമ്പടിച്ചതുപോലെ തോന്നി. വാലിയുടെ പരുക്കൻ ശബ്ദം പോലും താരയോട് സംസാരിക്കുമ്പോൾ വളരെ മൃദുലമായി മാറി. ഒരു വീരനായ പോരാളി ഒരച്ഛനാകാൻ തയ്യാറെടുക്കുന്നതിന്റെ എല്ലാ മാറ്റങ്ങളും വാലിയിൽ കാണാമായിരുന്നു. താൻ ഇതുവരെ നേടിയ വിജയങ്ങളെക്കാൾ വലിയൊരു വിജയം തന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് വാലി തിരിച്ചറിഞ്ഞു. കിഷ്കിന്ധയിലെ ഓരോ പ്രഭാതവും പുതിയ പ്രതീക്ഷകളോടെയാണ് ആരംഭിച്ചത്. ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയ്ക്കനുസരിച്ച് താരയുടെ ചിന്തകളും കൂടുതൽ ആഴമുള്ളതായി മാറി. ചില രാത്രികളിൽ അവൾ ഞെട്ടിയുണർന്നു. വരാനിരിക്കുന്ന വലിയ യുദ്ധങ്ങളുടെയും മാറ്റങ്ങളുടെയും നേരിയ സൂചനകൾ അവളുടെ ഉപബോധമനസ്സിൽ എവിടെയോ മിന്നിമറയുന്നുണ്ടായിരുന്നു. എന്നാൽ വാലി അവളെ ചേർത്തുപിടിച്ച് ആശ്വസിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടം വാലിയുടെ നെഞ്ചിലാണെന്ന് താരയ്ക്ക് അറിയാമായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. താരയുടെ ഗർഭകാലം പൂർണ്ണതയിലേക്കടുത്തു. കാറ്റ് ശാന്തമായി വീശി. പക്ഷികൾ പാടുന്നത് നിർത്തി ആ നിമിഷത്തിനായി കാതോർത്തു. കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ അവസാനിക്കുകയാണ്. കിഷ്കിന്ധയിലെ വലിയ വൈദ്യന്മാരും പരിചാരികമാരും കൊട്ടാരത്തിൽ ഒത്തുകൂടി. വാലികൊട്ടാരത്തിനു പുറത്ത് ഒരു സാധാരണ അച്ഛനെപ്പോലെ ഉത്കണ്ഠയോടെ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു. ആ വലിയ പോരാളിയുടെ ഉള്ളിൽ ആദ്യമായി ഒരു ചെറിയ ഭയം തോന്നി. തന്റെ പ്രിയപ്പെട്ടവൾക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ഒന്നും സംഭവിക്കരുതേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. കൊട്ടാരത്തിനുള്ളിൽ താര പ്രസവവേദന അനുഭവിക്കുകയായിരുന്നു. എന്നാൽ അവളുടെ മുഖത്ത് വേദനയേക്കാൾ കൂടുതൽ ഒരു പുതിയ ജീവനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ അഭിമാനമായിരുന്നു. അവളുടെ ഓരോ ശ്വാസത്തിലും ആത്മവിശ്വാസം നിറഞ്ഞുനിന്നു. ഒടുവിൽ ആ സുദിനം വന്നെത്തി. കിഷ്കിന്ധയിലെ സ്വർണ്ണക്കൊട്ടാരത്തിൽ സുഗന്ധം പരത്തിക്കൊണ്ട് താര ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി.
ആ കുഞ്ഞിന്റെ ആദ്യത്തെ കരച്ചിൽ കിഷ്കിന്ധയിലെ മലനിരകളിൽ മുഴങ്ങിക്കേട്ടു. ആ ശബ്ദത്തിൽ തന്നെ ഒരു പോരാളിയുടെ വീര്യം അടങ്ങിയിട്ടുണ്ടായിരുന്നു. ശബ്ദം കേട്ട് വാലി കൊട്ടാരത്തിനുള്ളിലേക്ക് ഓടിയെത്തി. വിയർപ്പിൽ കുളിച്ച് തളർന്നുകിടക്കുന്ന താരയെയും അവളുടെ അരികിൽ കിടക്കുന്ന സ്വർണ്ണനിറമുള്ള കുഞ്ഞിനെയും കണ്ടപ്പോൾ വാലിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അദ്ദേഹം ആ കുഞ്ഞിനെ ഇരുകൈകളിലും വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. ദേവന്മാർ ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടി നടത്തി. ഇന്ദ്രൻ തന്റെ ചെറുമകന്റെ ജനനത്തിൽ സന്തോഷിച്ച് സ്വർഗ്ഗത്തിൽ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. വാലി ആ കുഞ്ഞിന് അംഗദൻ എന്ന് പേരിട്ടു. അംഗദൻ എന്ന പേരിന്റെ അർത്ഥം ശരീരത്തിന് അലങ്കാരമായിട്ടുള്ളവൻ എന്നാണ്. ആ പേര് അവന് തികച്ചും അനുയോജ്യമായിരുന്നു. കുഞ്ഞിനെ കൈകളിൽ വഹിച്ചുകൊണ്ട് വാലി കിഷ്കിന്ധയിലെ ജനങ്ങളുടെ മുന്നിലേക്ക് വന്നു. തങ്ങളുടെ പുതിയ ഇളമുറത്തമ്പുരാനെ കണ്ട ജനങ്ങൾ സന്തോഷം കൊണ്ടാർത്തുവിളിച്ചു. വാദ്യമേളങ്ങൾ മുഴങ്ങി. എങ്ങും നൃത്തവും പാട്ടും മാത്രം. കിഷ്കിന്ധയുടെ ഭാവി അവകാശിയായി, വാലിയുടെയും താരയുടെയും ജീവന്റെ പാതിയായി അംഗദൻ വളരാൻ തുടങ്ങി. ജനിച്ച അന്ന് തന്നെ ആ കുഞ്ഞിന്റെ മുഖത്തൊരു പ്രത്യേകമായ ശാന്തതയും എന്നാൽ വലിയൊരു ആത്മവിശ്വാസവും കാണാമായിരുന്നു. വാലി തന്റെ മകനെ നോക്കി പലപ്പോഴും പറയുമായിരുന്നു, ഇവൻ എന്നേക്കാൾ വലിയവനാകും, ലോകം മുഴുവൻ ഇവന്റെ പേര് വാഴ്ത്തപ്പെടും എന്ന്. താര ആ വാക്കുകൾ കേട്ട് പുഞ്ചിരിക്കും. കാരണം അവൾക്കറിയാമായിരുന്നു തന്റെ മകൻ വെറുമൊരു വാനര രാജകുമാരൻ മാത്രമല്ല, മറിച്ച് കാലം കാത്തുവെച്ച വലിയൊരു ലക്ഷ്യം പൂർത്തിയാക്കാൻ ജനിച്ചവനാണെന്ന്. കിഷ്കിന്ധയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായങ്ങളിലൊന്നായാണ് ആ ജനനം രേഖപ്പെടുത്തപ്പെട്ടത്. ഒരു കുഞ്ഞിന്റെ ജനനം എങ്ങനെയാണ് ഒരു മുഴുവൻ സാമ്രാജ്യത്തിന്റെയും തലവര മാറ്റിയെഴുതുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അംഗദൻ. ആ വലിയ കൊട്ടാരത്തിന്റെ ഇടനാഴികളിൽ അവന്റെ ചിരികൾ മുഴങ്ങിക്കേട്ടു. പ്രകൃതി പോലും ആ കുഞ്ഞിന്റെ ഓരോ വളർച്ചയും ശ്രദ്ധയോടെ നോക്കിക്കണ്ടു. നദികൾ അവന് താരാട്ടുപാടി. കാറ്റ് അവനെ തലോടി ഉറക്കി. അങ്ങനെ ധർമ്മത്തിന്റെ വലിയൊരു സാക്ഷാത്കാരത്തിനായി ലോകം കാത്തിരുന്ന ആ മഹാവീരന്റെ ജീവിതം അവിടെ തുടങ്ങുകയായിരുന്നു. ഇനിയുള്ള കാലം അവന്റേതാണ്. കിഷ്കിന്ധയുടെയും വാനരന്മാരുടെയും മാത്രമല്ല, വരാനിരിക്കുന്ന വലിയ ഇതിഹാസങ്ങളുടെയും ഗതി മാറ്റിയെഴുതാൻ പോകുന്ന അംഗദൻ എന്ന അതുല്യനായ പോരാളിയുടെ ജനനം കാലം എക്കാലവും ഓർത്തിരിക്കുന്ന ഒരത്ഭുതമായി മാറി. ആ അത്ഭുതം ഇന്നും നമ്മുടെ മനസ്സുകളിൽ മായാതെ നിൽക്കുന്നു. ഒരു പിതാവിന്റെ കരുത്തും ഒരു മാതാവിന്റെ ബുദ്ധിയും ഒത്തുചേർന്നപ്പോൾ പ്രകൃതി സൃഷ്ടിച്ച ഏറ്റവും വലിയ വിസ്മയമായിരുന്നു ആ ജനനം. ഇത്രയും കാലം നമ്മൾ കേട്ട ആ കഥയുടെ തുടക്കം മാത്രമാണിത്. അംഗദന്റെ ജനനം അവസാനമല്ല, അതൊരു വലിയ ഇതിഹാസത്തിന്റെ മഹത്തായ തുടക്കമാണ്. ആ തുടക്കം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഓരോ ജനനത്തിനും അതിന്റേതായ ഒരു വലിയ ലക്ഷ്യമുണ്ടെന്നാണ്. കാലം കാത്തുവെച്ച ആ ലക്ഷ്യത്തിലേക്ക് അംഗദൻ വളരുകയാണ്, കിഷ്കിന്ധയുടെ മടിത്തട്ടിൽ പ്രകൃതിയുടെ അനുഗ്രഹത്തോടെ ഒരു വലിയ നാളേക്കായി. കിഷ്കിന്ധയുടെ മടിത്തട്ടിൽ പ്രകൃതിയുടെ അനുഗ്രഹത്തോടെ വളർന്ന ആ കുഞ്ഞിന്റെ ജീവിതം എപ്പോഴും ആ സ്വർണ്ണക്കൊട്ടാരത്തിലെ സന്തോഷങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല. കാലം അവനായി കാത്തുവെച്ചത് സങ്കൽപ്പിക്കാൻ കഴിയാത്തത്ര വലിയ വേദനകളും അതിലും വലിയ ഉത്തരവാദിത്തങ്ങളുമായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ആരും കൊതിക്കുന്ന രാജകീയമായ ഒരു ബാല്യത്തിൽ നിന്നും പെട്ടെന്നൊരു ദിവസം സ്വന്തം അച്ഛൻ ചോരയിൽ കുളിച്ചുകിടക്കുന്നത് കാണേണ്ടിവരുന്ന ഒരു മകന്റെ അവസ്ഥ. സാക്ഷാൽ ശ്രീരാമന്റെ അമ്പേറ്റുവാലി നിലത്തുവീണ ആ ദിവസം കിഷ്കിന്ധയുടെ മാത്രമല്ല, അംഗദൻ എന്ന ആ ചെറിയ കുട്ടിയുടെയും ലോകമാണ് തകർന്നടിഞ്ഞത്. തന്റെ അച്ഛനേക്കാൾ വലിയൊരു വീരൻ ഈ ലോകത്തിലില്ല എന്ന് വിശ്വസിച്ചു വളർന്ന ആ കുഞ്ഞിനു മുന്നിൽ അച്ഛന്റെ ജീവനില്ലാത്ത ശരീരം കിടക്കുമ്പോൾ അവന്റെയുള്ളിൽ എന്തെല്ലാം വികാരങ്ങളാകും തിളച്ചുമറിഞ്ഞിട്ടുണ്ടാകുക. ഒരു വശത്ത് അച്ഛനെ കൊന്നവരോടുള്ള അടങ്ങാത്ത പക, മറുവശത്ത് സങ്കടം സഹിക്കാൻ കഴിയാതെ നിലവിളിക്കുന്ന സ്വന്തം അമ്മ. എന്നാൽ അവിടെയാണ് താര എന്ന അമ്മയുടെയും രാജ്ഞിയുടെയും മഹത്വം നാം കാണുന്നത്. പ്രതികാരത്തിന്റെ തീയിലേക്ക് സ്വന്തം മകനെ തള്ളിവിടാതെ ധർമ്മത്തിന്റെ വഴിയിലൂടെ നടക്കാൻ അവൾ അവനെ പഠിപ്പിച്ചു. ശ്രീരാമൻ ആരാണെന്നും വാലിക്ക് സംഭവിച്ച തെറ്റെന്താണെന്നും അമ്മ പറഞ്ഞുകൊടുത്തപ്പോൾ ആ ചെറിയ പ്രായത്തിൽ തന്നെ അംഗദൻ വലിയൊരു തിരിച്ചറിവിലേക്കെത്തുകയായിരുന്നു. വെറുമൊരു അനാഥനായി മാറേണ്ടിയിരുന്ന അവനെ സുഗ്രീവൻ കിഷ്കിന്ധയുടെ യുവരാജാവായി വാഴിച്ചപ്പോൾ ആ കിരീടത്തേക്കാൾ ഭാരം ആ ചുമലുകളിലുണ്ടായിരുന്നു. കാരണം സ്വന്തം പിതാവിനെ കൊന്നയാളുടെ ഭാര്യയെ കണ്ടെത്താനുള്ള യാത്രയിൽ സൈന്യത്തെ നയിക്കേണ്ട ചുമതലയാണ് അവന് ലഭിച്ചത്. അതൊരു സാധാരണ തീരുമാനമായിരുന്നില്ല. തന്റെ അച്ഛന്റെ ഘാതകനായ രാമനുവേണ്ടി സ്വന്തം ജീവൻ പണയം വയ്ക്കാൻ അവൻ തയ്യാറായതിനു പിന്നിൽ പ്രതികാരത്തേക്കാൾ വലുത് ധർമ്മമാണെന്ന അമ്മയുടെ ഉപദേശമായിരുന്നു. സീതയെ അന്വേഷിച്ച് തെക്കോട്ടുപോയ വാനരപ്പടയുടെ നേതാവായി അവൻ മാറുമ്പോൾ അവന്റെ ഉള്ളിലെ വാലിയുടെ ചോര തിളയ്ക്കുന്നുണ്ടായിരുന്നു. ജാംബവാനും ഹനുമാനുമൊക്കെ ആ സംഘത്തിലുണ്ടായിരുന്നെങ്കിലും യുവരാജാവായ അംഗദന്റെ വാക്കുകൾക്കായിരുന്നു അവിടെ വില. ദിനരാത്രങ്ങൾ നീണ്ട ആ യാത്രക്കൊടുവിൽ സമുദ്രതീരത്തെത്തിച്ചേർന്നപ്പോൾ നിരാശ അവരെ പൂർണ്ണമായും ഗ്രസിച്ചിരുന്നു. പറഞ്ഞ സമയത്തിനുള്ളിൽ സീതയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സുഗ്രീവൻ തങ്ങളെ കൊന്നുകളയുമെന്ന ഭയം എല്ലാവരിലുമുണ്ടായിരുന്നു.
അന്ന് ആ കടൽത്തീരത്തുവെച്ച് ഭക്ഷണം ഉപേക്ഷിച്ച് മരണം വരിക്കാൻ തയ്യാറായ അംഗദനിൽ നമ്മൾ കാണുന്നത് ഒരു പരാജയപ്പെട്ട പോരാളിയെയല്ല, മറിച്ച് ഉത്തരവാദിത്തം പൂർത്തിയാക്കാൻ കഴിയാത്തതിലെ ആത്മാഭിമാനത്തിന്റെ വേദനയാണ്. എന്നാൽ അവിടെവെച്ച് സമ്പാദിയെ കണ്ടുമുട്ടുന്നതും ഹനുമാൻ ലങ്കയിലേക്ക് കുതിക്കുന്നതും ചരിത്രത്തിന്റെ മറ്റൊരേടാണ്. ഹനുമാൻ സീതയെ കണ്ട് തിരിച്ചെത്തിയപ്പോൾ മധുവനം നശിപ്പിച്ചുകൊണ്ട് ആഘോഷിക്കാൻ വാനരന്മാർക്ക് അനുവാദം നൽകിയ അംഗദനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ പ്രായത്തിന്റെ എല്ലാവിധ കുറുമ്പുകളുമുള്ള ഒരു സാധാരണ യുവാവിനെയാണ്. എന്നാൽ രാമരാവണ യുദ്ധം തുടങ്ങുന്നതിനു മുൻപ് രാമനെടുത്ത ഒരു തീരുമാനമുണ്ട്. ലങ്കയിലേക്കൊരു ദൂതനെ അയക്കണം. ആരെ അയക്കും എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ രാമന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ, അത് അംഗദനായിരുന്നു. എന്തുകൊണ്ടാണ് രാമൻ അംഗദനെ തെരഞ്ഞെടുത്തത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഹനുമാനെപ്പോലെ ബുദ്ധിമാനും ശക്തനുമായ മറ്റൊരാൾ അവിടെയുണ്ടായിരുന്നിട്ടും രാമൻ അംഗദനെ തന്നെ നിയോഗിച്ചു. അവിടെയാണ് രാമന്റെ മനഃശാസ്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാലിയുടെ മകനാണ് അംഗദൻ. വാലി രാവണനെ തന്റെ കക്ഷത്തിൽ വെച്ച് ലോകം ചുറ്റിയ ആളാണ്. ആ വാലിയുടെ മകൻ രാവണന്റെ സഭയിൽ രാവണന്റെ മുന്നിൽ രാമന്റെ ദൂതനായി ചെല്ലുമ്പോൾ അത് രാവണന്റെ ഉള്ളിലുണ്ടാക്കുന്ന മാനസികമായ ആഘാതം ചെറുതായിരിക്കില്ല എന്ന് രാമന് നന്നായി അറിയാമായിരുന്നു. അങ്ങനെ രാമന്റെ ദൂതനായി അംഗദൻ ലങ്കയിലേക്ക് പറന്നു. വലിയ ഇരുമ്പുവാതിലുകൾ കടന്ന് അഹങ്കാരത്തോടെയിരിക്കുന്ന രാവണന്റെ സഭയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ യുവാവിന്റെ കാലുകൾക്ക് യാതൊരു വിറയലുമുണ്ടായിരുന്നില്ല. സ്വർണസിംഹാസനത്തിലിരിക്കുന്ന രാവണനെ നോക്കി യാതൊരു ഭയവുമില്ലാതെ അവൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ലങ്കാനിവാസികൾ ശരിക്കും നടുങ്ങി. തന്റെ പഴയ സുഹൃത്തായ വാലിയുടെ മകനാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയ രാവണൻ അവനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. നിന്റെ അച്ഛനെ കൊന്ന രാമന്റെ ദാസനായി നീ എന്തിനു നിൽക്കുന്നു? എന്റെ കൂടെ നിൽക്കൂ, നമുക്ക് രാമനെ ഇല്ലാതാക്കാം എന്ന് രാവണൻ പറഞ്ഞപ്പോൾ അംഗദന്റെ മറുപടി ചരിത്രത്തിൽ സുവർണലിപികളിൽ എഴുതപ്പെടേണ്ടതായിരുന്നു. എന്റെ പിതാവിനെ കൊന്നത് രാമനല്ല, അച്ഛന്റെ അഹങ്കാരമാണ്. രാമൻ വെറുമൊരു നിമിത്തം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ധർമ്മത്തിന്റെ പക്ഷത്ത് ഉറച്ചുനിന്നു. വാക്കുകൾ കൊണ്ട് രാവണനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അംഗദൻ സഭയുടെ നടുവിലേക്ക് വന്ന് തന്റെ വലതുകാൽ ശക്തിയായി നിലത്തമർത്തിക്കൊണ്ട് ഒരു വെല്ലുവിളി നടത്തി. ഈ സഭയിലിരിക്കുന്ന ആർക്കെങ്കിലും എന്റെ ഈ കാൽ ഒന്നനയ്ക്കാൻ കഴിഞ്ഞാൽ രാമൻ പരാജയം സമ്മതിച്ച് മടങ്ങിപ്പോകും. അതല്ലെങ്കിൽ സീതയെ തിരികെ നൽകി നിങ്ങൾ രാമനോട് മാപ്പ് പറയണം. അതൊരു വെറും വെല്ലുവിളിയായിരുന്നില്ല, തന്റെ ശക്തിയിലുള്ള വാലിയുടെ മകന്റെ അചഞ്ചലമായ വിശ്വാസമായിരുന്നു. രാവണന്റെ സഭയിലെ വലിയ വലിയ വീരന്മാർ ഓരോരുത്തരായി വന്നു നോക്കി. ആനകളെ എടുത്തെറിയാൻ കഴിവുള്ളവരും പർവ്വതങ്ങൾ പിളർക്കാൻ ശക്തിയുള്ളവരുമായ രാക്ഷസന്മാർ അംഗദന്റെ കാലൊന്ന് അനയ്ക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചു. അവരുടെ നെറ്റിയിൽ നിന്നും വിയർപ്പുതുള്ളികൾ വീണു. അവർ കിതച്ചു. പക്ഷേ ആ കാലുകൾ ഭൂമിയിലുറപ്പിച്ച ഒരു മഹാമേരുപോലെ അനങ്ങാതെ നിന്നു. ഒടുവിൽ സഹികെട്ട് സാക്ഷാൽ രാവണൻ തന്നെ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് അംഗദന്റെ കാലു പിടിക്കാൻ വന്നപ്പോൾ അവൻ പെട്ടെന്ന് കാൽ പുറകോട്ടെടുത്തു. നീ എന്റെ കാലിലല്ല, രാമന്റെ കാലിലാണ് വീഴേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ലങ്കയുടെ അഹങ്കാരത്തെ മുഴുവൻ കാറ്റിൽ പറത്തി. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ലങ്കയുടെ പകുതി ആത്മവിശ്വാസമാണ് അംഗദൻ തകർത്തത്. തിരികെ രാമന്റെ അരികിലെത്തിയപ്പോൾ ആ മുഖത്തെ അഭിമാനം കാണേണ്ടതു തന്നെയായിരുന്നു. പിന്നീട് നടന്ന ആ വലിയ യുദ്ധത്തിൽ അംഗദന്റെ പങ്ക് വളരെ വലുതായിരുന്നു. വെറുമൊരു രാജകുമാരനിൽ നിന്നും പക്വതയുള്ള ഒരു യോദ്ധാവിലേക്കുള്ള അവന്റെ വളർച്ച ആ യുദ്ധഭൂമി കണ്ടു. രാവണന്റെ മകനായ നരാന്തകനുമായുള്ള അംഗദന്റെ പോരാട്ടം യുദ്ധത്തിലെ ഏറ്റവും ഭയാനകമായ രംഗങ്ങളിലൊന്നായിരുന്നു. കുതിരപ്പുറത്തു വന്ന് വാനരപ്പടയെ മുഴുവൻ കൊന്നൊടുക്കിയ നരാന്തകനെ വെറുമൊരു മുഷ്ടി ചുരുട്ടിയുള്ള ഈ കൊണ്ടാണ് അംഗദൻ കൊന്നുവീഴ്ത്തിയത്. ഇന്ദ്രജിത്തുമായുള്ള പോരാട്ടത്തിലും തന്റെ അച്ഛന്റെ പേരിന് കോട്ടം തട്ടാത്ത രീതിയിൽ അവൻ പൊരുതി. ഓരോ രാക്ഷസന്റെ തല വെട്ടിവീഴ്ത്തുമ്പോഴും അവനുണ്ടായിരുന്ന ഊർജ്ജം ആ യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു. ശരശയ്യയിൽ കിടക്കുന്ന അച്ഛന്റെ ഓർമ്മകളും അമ്മയുടെ കണ്ണുനീരും ആ മനസ്സിലുണ്ടായിരുന്നിട്ടും ധർമ്മത്തിനുവേണ്ടി അവൻ സ്വന്തം ജീവൻ കൊടുത്ത് പോരാടി. യുദ്ധം കഴിഞ്ഞ് രാവണനെ വധിച്ച് സീതയുമായി അയോധ്യയിലേക്ക് തിരിച്ചുപോകാൻ രാമൻ തയ്യാറെടുത്തപ്പോൾ ആ പുഷ്പകവിമാനത്തിൽ കയറാൻ അംഗദനുമുണ്ടായിരുന്നു. അയോധ്യയിലെ കിരീടധാരണത്തിനു ശേഷം രാമൻ എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകി യാത്രയാക്കുന്ന ഒരു വൈകാരികമായ രംഗമുണ്ട്. ഹനുമാന് നൽകിയതുപോലെ രാമൻ അംഗദനും വലിയ സമ്മാനങ്ങൾ നൽകി അവനെ കെട്ടിപ്പിടിച്ചു. ആ ആലിംഗനത്തിലെല്ലാം ഉണ്ടായിരുന്നു അച്ഛനെ കൊന്നവനോട് ക്ഷമിക്കാനും സ്നേഹിക്കാനും കഴിഞ്ഞ ഒരു മകന്റെ വലിയ മനസ്സും ആ മകനെ സ്വന്തം സഹോദരനെപ്പോലെ കണ്ട രാമന്റെ വാത്സല്യവും അതിലുണ്ടായിരുന്നു. കിഷ്കിന്ധയിലേക്ക് തിരികെ പോകുമ്പോൾ അംഗദൻ വെറുമൊരു അനാഥനായ കുട്ടിയായിരുന്നില്ല, മറിച്ച് ചരിത്രം എക്കാലവും ഓർത്തിരിക്കുന്ന ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അടുത്ത അവകാശിയായി മാറിക്കഴിഞ്ഞിരുന്നു. ജനനത്തിൽ തന്നെ അസാധാരണത്വം പ്രകടിപ്പിച്ച അവൻ തന്റെ കർമ്മം കൊണ്ടും അത് തെളിയിച്ചു.
വാലിയുടെ ശൗര്യവും താരയുടെ ബുദ്ധിയും രാമന്റെ ഭക്തിയും ഒത്തുചേർന്നപ്പോൾ അവിടെ പിറന്നത് രാമായണത്തിലെ ഏറ്റവും തിളക്കമുള്ള യുവത്വമായിരുന്നു. പ്രതികാരത്തിനു പകരം സ്നേഹവും അഹങ്കാരത്തിനു പകരം അർപ്പണബോധവും തിരഞ്ഞെടുത്ത അംഗദന്റെ ജീവിതം ഇന്നും നമുക്ക് വലിയൊരു പാഠമാണ്. തന്റെ മുന്നിൽ വന്ന പ്രതിസന്ധികളെ അവൻ കരഞ്ഞു തീർത്തില്ല, മറിച്ച് പോരാടി ജയിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് യുദ്ധങ്ങൾ അവസാനിച്ചിട്ടും കാലങ്ങൾ കഴിഞ്ഞിട്ടും ആ പേര് ഇന്നും ഒരു വലിയ ഊർജ്ജമായി നിലനിൽക്കുന്നത്. ആ വലിയ യുദ്ധവും വിജയവുമൊക്കെ കഴിഞ്ഞിട്ടും കാലങ്ങളായി കഥാകാരന്മാർക്കിടയിലും കേൾവിക്കാർക്കിടയിലും ബാക്കി നിൽക്കുന്ന വലിയൊരു ചോദ്യമുണ്ട്. രാമായണത്തിലെ ഏറ്റവും വലിയ ശക്തിശാലികളായ വാനരന്മാരിൽ ആരാണ് യഥാർത്ഥത്തിൽ കൂടുതൽ, കരുത്തൻ വാലിയുടെ മകനായ അംഗദനോ അതോ വായുപുത്രനായ ഹനുമാനോ എന്ന ചോദ്യം. ഒറ്റനോട്ടത്തിൽ നമുക്ക് തോന്നും ഇത് വെറുമൊരു ശക്തിപരീക്ഷണത്തിന്റെ താരതമ്യമാണെന്ന്. എന്നാൽ ഈ ചോദ്യത്തിനു പിന്നിൽ മനുഷ്യമനസ്സിന്റെയും ഭക്തിയുടെയും അഹങ്കാരത്തിന്റെയുമൊക്കെ വലിയ തലങ്ങളുണ്ട്. നമുക്ക് അംഗദനിൽ നിന്ന് തന്നെ തുടങ്ങാം. സാക്ഷാൽ ഇന്ദ്രന്റെ അംശമായി ജനിച്ച എതിരാളിയുടെ പകുതി ശക്തി വലിച്ചെടുക്കാൻ കഴിയുന്ന വാലിയുടെ മകനാണ് അംഗദൻ. വാലിയുടെ ചോരയാണ് ആ ഞരമ്പുകളിലൂടെ ഒഴുകുന്നത്. അതുകൊണ്ടുതന്നെ ജന്മനാൽ ഒരു പോരാളിയുടെ എല്ലാ കരുത്തും അവന് ലഭിച്ചിട്ടുണ്ട്. തന്റെ അച്ഛൻ രാവണനെ കക്ഷത്തിൽ വെച്ച് നടന്ന കഥകൾ കേട്ടാണ് അവൻ വളർന്നത്. അതുകൊണ്ട് ആരുടെയും മുന്നിൽ തലകുനിക്കാത്ത ഒരു വന്യമായ ശക്തി അംഗദനുണ്ട്. ലങ്കയിലെ രാവണന്റെ സഭയിൽ അംഗദൻ തന്റെ കാൽ നിലത്തുറപ്പിച്ചു നിർത്തിയപ്പോൾ ആ സഭയിലെ മുഴുവൻ രാക്ഷസന്മാരും വന്നു ശ്രമിച്ചിട്ടും ആ കാൽ ഒരു തരിമ്പുപോലും അനക്കാൻ കഴിയാതിരുന്നത് ഈ ജനിതകമായ കരുത്തുകൊണ്ടാണ്. സാക്ഷാൽ രാവണൻ തന്നെ വന്ന് ശ്രമിച്ചാൽ പോലും അത് അനക്കാൻ കഴിയില്ലെന്ന ഉറപ്പ് അവനുണ്ടായിരുന്നു. അത് യുവത്വത്തിന്റെ ചോരത്തിളപ്പും തന്റെ അച്ഛന്റെ പേരിനൊത്ത കരുത്തുമായിരുന്നു. അംഗദനെ നമുക്കൊരു കാട്ടുതീയോടുപമിക്കാം. കണ്ടുനിൽക്കാൻ നല്ല ഭംഗിയുള്ള, എന്നാൽ ചുറ്റുമുള്ളതിനെയെല്ലാം ചുട്ടുചാമ്പലാക്കാൻ കഴിവുള്ള വലിയൊരു കാട്ടുതീ. എന്നാൽ ഹനുമാൻ അങ്ങനെയല്ല. ഹനുമാന്റെ ശക്തി ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ പേശികളിൽ നിന്നല്ല, മറിച്ച് ആ മനസ്സിലെ അചഞ്ചലമായ രാമഭക്തിയിൽ നിന്നാണ്. സാക്ഷാൽ വായുദേവന്റെ പുത്രനായ എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹം ലഭിച്ച ചിരഞ്ജീവിയായ ഹനുമാനെ സംബന്ധിച്ചിടത്തോളം ശക്തി എന്നത് പ്രകടിപ്പിക്കാനുള്ള ഒന്നല്ല, മറിച്ച് ലക്ഷ്യം നേടാനുള്ള ഒരു ഉപാധി മാത്രമാണ്. കടൽത്തീരത്തുവെച്ച് ലങ്കയിലേക്ക് ചാടാൻ ആർക്കു കഴിയും എന്ന് ചോദിച്ചപ്പോൾ അംഗദൻ പറഞ്ഞത് എനിക്ക് ലങ്കയിലേക്ക് ചാടാൻ കഴിയും, എന്നാൽ തിരികെ വരാൻ കഴിയുമോ എന്ന സംശയമാണ് എന്നാണ്. അവിടെയാണ് അംഗദന്റെ ശക്തിയുടെ പരിമിതി നാം കാണുന്നത്. അവന്റെ ശക്തി ഭൗതികമാണ്, അതിനൊരു അതിരുണ്ട്. അപ്പോൾ ഹനുമാൻ ഒരു മൂലയിലൊന്നും മിണ്ടാതെയിരിക്കുകയായിരുന്നു. ജാംബവാൻ വന്ന് ഹനുമാന്റെ യഥാർത്ഥ ശക്തിയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹം താൻ ആരാണെന്ന് തിരിച്ചറിയുന്നത്. ഇവിടെ നമ്മൾ ഒരു വലിയ സത്യം മനസ്സിലാക്കണം. അംഗദന് തന്റെ ശക്തിയെക്കുറിച്ച് വലിയ ബോധ്യമുണ്ട്. എന്നാൽ ഹനുമാന് താൻ ആരാണെന്നോ തന്റെ ശക്തി എത്രത്തോളമുണ്ടെന്നോ ഉള്ള യാതൊരു അഹങ്കാരവുമില്ല. അംഗദന്റെ ശക്തി അവനിൽ നിന്നു തന്നെ ഉണ്ടാകുമ്പോൾ ഹനുമാന്റെ ശക്തി രാമൻ എന്ന രണ്ടക്ഷരത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. രാമന്റെ പേര് ജപിക്കുമ്പോൾ ഹനുമാൻ ഒരു സാധാരണ വാനരനിൽ നിന്നും സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്തത്ര വലിയൊരു ഊർജ്ജമായി മാറുന്നു. ലങ്കയിൽ വെച്ച് മേഘനാഥൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോൾ അതിൽ നിന്ന് കുതറിമാറാൻ ഹനുമാന് കഴിയുമായിരുന്നു. എന്നാൽ ബ്രഹ്മാവിനോടുള്ള ബഹുമാനം കാരണം അദ്ദേഹം അതിന് വഴങ്ങിക്കൊടുത്തു. എന്നാൽ അംഗദനായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു. അവൻ അവിടെ വെച്ച് തന്നെ പോരാടിയേനെ. ഇവിടെയാണ് രാജകീയമായ രക്തവും യോഗിയുടെ മനസ്സും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയുന്നത്. യുവരാജാവായ അംഗദന് എല്ലാറ്റിനോടും പോരാടി ജയിക്കണമെന്ന വാശിയുണ്ട്. എന്നാൽ ഹനുമാന് പോരാട്ടത്തേക്കാൾ വലുത് രാമന്റെ ലക്ഷ്യം പൂർത്തിയാക്കുക എന്നതാണ്. യുദ്ധഭൂമിയിൽ അംഗദൻ ശത്രുക്കളെ നേരിട്ടത് അതിഭയങ്കരമായ കോപത്തോടെയും ആവേശത്തോടെയുമാണ്. അവന്റെ ഓരോ അടിയിലും തന്റെ അച്ഛന്റെ മരണത്തിന്റെ വേദനയും ഒരു രാജകുമാരന്റെ അഭിമാനവുമുണ്ടായിരുന്നു. എന്നാൽ ഹനുമാൻ യുദ്ധം ചെയ്തത് തികഞ്ഞ ശാന്തതയോടെയാണ്. ലക്ഷ്മണൻ തളർന്നു വീണപ്പോൾ മൃതസഞ്ജീവനി കൊണ്ടുവരാൻ പോയ ഹനുമാൻ ഒരു വലിയ പർവ്വതം തന്നെ പറിച്ചെടുത്തുകൊണ്ടു വന്നത് ഭൗതികമായ ശക്തികൊണ്ടല്ല, മറിച്ച് തന്റെ സ്വാമിക്ക് ഒരാപത്ത് വന്നപ്പോഴുണ്ടായ അതിയായ സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ടാണ് ശ്രീരാമൻ അംഗദനെ സ്വന്തം മകനെപ്പോലെ സ്നേഹിച്ചപ്പോഴും ഹനുമാനെ സ്വന്തം ഹൃദയത്തോട് ചേർത്തുവച്ചത്. അംഗദനും ഹനുമാനും ഒന്നിച്ചു പ്രവർത്തിക്കുമ്പോൾ അവിടെ യാതൊരുവിധ അഹങ്കാരവും ഉണ്ടായിരുന്നില്ല എന്നത് എടുത്തുപറയേണ്ട ഒന്നാണ്. താൻ കിഷ്കിന്ധയുടെ യുവരാജാവായിരുന്നിട്ടും ഹനുമാന്റെ വാക്കുകളെ അംഗദൻ പൂർണ്ണമായും അനുസരിച്ചു. തനിക്കില്ലാത്ത എന്തോ ഒരു വലിയ അത്ഭുതം ഹനുമാനിലുണ്ടെന്ന് ആ യുവാവ് തിരിച്ചറിഞ്ഞിരുന്നു. അതൊരുപക്ഷേ ആരെയും വകവയ്ക്കാത്ത അഹങ്കാരിയായ വാലിയുടെ മകന് ലഭിച്ച ഏറ്റവും വലിയ പാഠമായിരിക്കാം. അംഗദൻ ഒരു യുദ്ധവീരൻ മാത്രമായിരുന്നില്ല, അവനൊരു വലിയ നിരീക്ഷകൻ കൂടിയായിരുന്നു. ലങ്കയിലേക്കുള്ള യാത്രയിൽ ഹനുമാൻ ഓരോ പ്രതിസന്ധികളെയും എങ്ങനെയാണ് മറികടന്നതെന്ന് അവൻ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ഭൗതികമായ കരുത്തിൽ ഒരുപക്ഷേ അംഗദൻ ഹനുമാനോളം തന്നെ ശക്തനായിരിക്കാം.
ചിലപ്പോൾ അവനേക്കാൾ കോപമുള്ളവനുമായിരിക്കാം. എന്നാൽ ആ ശക്തിയെ എങ്ങനെ എപ്പോൾ എവിടെ ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ ഹനുമാൻ അംഗദനേക്കാൾ എത്രയോ മുകളിലാണ്. അംഗദന്റെ ശക്തി ഒരു പരിധി കഴിഞ്ഞാൽ തളർന്നുപോകുന്ന ഒന്നാണ്. എന്നാൽ ഹനുമാന്റെ ശക്തി കടൽ പോലെയാണ്. എത്ര കോരിയെടുത്താലും തീരാത്ത അത്രയും ആഴവും പരപ്പുമുള്ള വലിയൊരു കടൽ. ഒരു കാട്ടുതീക്ക് എന്തുമാത്രം ശക്തിയുണ്ടെങ്കിലും ആത്യന്തികമായി അത് കാറ്റിന്റെ ഗതിക്കനുസരിച്ചാണ് നീങ്ങുക. ഇവിടെ ഹനുമാൻ ആ കാറ്റാണ്, വായുപുത്രനാണ്. കാട്ടുതീ പോലെ ആളിക്കെത്തുന്ന അംഗദന്റെ യുവത്വത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ഹനുമാൻ എന്ന ആ വലിയ കാറ്റിന് കഴിഞ്ഞു എന്നതാണ് സത്യം. നാം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് വലിയ മസിൽ കരുത്തോ പാരമ്പര്യമായി കിട്ടിയ കഴിവുകളോ അല്ല. യഥാർത്ഥ ശക്തി മറിച്ച് നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണവും എന്തിനോടുള്ള സമർപ്പണവുമാണ് നമ്മെ യഥാർത്ഥ ശക്തരാക്കുന്നത് എന്നാണ്. ശരീരത്തിന്റെ ശക്തി കാലക്രമേണ കുറഞ്ഞുവന്നേക്കാം, എന്നാൽ ആത്മാവിന്റെ ശക്തി എക്കാലവും നിലനിൽക്കും. അംഗദൻ തന്റെ അച്ഛനെപ്പോലെ ഒരുപക്ഷേ അച്ഛനേക്കാൾ വലിയൊരു പോരാളിയായി മാറി ലങ്കയിലെ അസുരന്മാരെ വിറപ്പിച്ചു. അവൻ നിലത്തടിച്ച കാൽ മാറ്റാൻ സാക്ഷാൽ രാവണനു പോലും കഴിഞ്ഞില്ല. ആ രംഗമൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. സ്വർണസിംഹാസനത്തിലിരിക്കുന്ന 3 ലോകവും കീഴടക്കിയ ദശമുഖനായ രാവണൻ, ആ സഭയുടെ നടുവിൽ യാതൊരു കൂസലുമില്ലാതെ നിൽക്കുന്ന വാനരനായ അംഗദൻ. എന്റെ കാലൊന്ന് അനയ്ക്കാൻ കഴിഞ്ഞാൽ സീതയെ ഉപേക്ഷിച്ച് രാമൻ മടങ്ങിപ്പോകുമെന്ന് പറയാൻ അവൻ എത്രമാത്രം നെഞ്ചുറപ്പ് വേണം. അതൊരു വെറും വാക്കല്ലായിരുന്നു. തന്റെ മാംസപേശികളിൽ ഉറങ്ങിക്കിടക്കുന്ന വാലിയുടെ വന്യമായ കരുത്തിലുള്ള പൂർണ്ണമായ വിശ്വാസമായിരുന്നു. അവിടെ അവൻ വിജയിച്ചു. എന്നാൽ അതേ സഭയിൽ ഹനുമാനെത്തിയ രംഗം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഹനുമാൻ അവിടെ തന്റെ ശക്തി തെളിയിക്കാനല്ല പോയത്. തന്റെ വാൽ ചുരുട്ടിവെച്ച് ഒരു സിംഹാസനമുണ്ടാക്കി രാവണനേക്കാൾ ഉയരത്തിലിരുന്നുകൊണ്ട് അയാൾ സംസാരിച്ചത് ധർമ്മത്തെക്കുറിച്ചാണ്. രാവണൻ വാലിൽ തീ കൊളുത്തിയപ്പോൾ ആ തീ കൊണ്ട് ലങ്ക മുഴുവൻ ചുട്ടരിച്ചാണ് ഹനുമാൻ മടങ്ങിയത്. അംഗദൻ സ്വന്തം ശക്തികൊണ്ട് ശത്രുവിനെ ഭയപ്പെടുത്തിയപ്പോൾ ഹനുമാൻ ശത്രുവിന്റെ തന്നെ ആയുധം കൊണ്ട് അവരെ ഇല്ലാതാക്കി. ഇതാണ് ഇവർ തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം. അംഗദന്റെ കരുത്ത് ഒരു അമ്പുപോലെയാണ്, അത് ലക്ഷ്യത്തിലേക്ക് നേരെ കുതിക്കുന്നു. എന്നാൽ ഹനുമാന്റെ കരുത്ത് ഒരു നദി പോലെയാണ്. അത് തടസ്സങ്ങളെ വെട്ടിമാറ്റിയും ചിലപ്പോൾ അവയ്ക്ക് മുകളിലൂടെയൊഴുകിയും എങ്ങനെയെങ്കിലും കടലിൽ ചെന്നുചേരും. അംഗദന് തന്റെ ശക്തി തെളിയിക്കേണ്ടതുണ്ടായിരുന്നു. കാരണം അവൻ കിഷ്കിന്ധയുടെ ഭാവി രാജാവാണ്. തന്റെ അച്ഛന്റെ മരണത്തിനുശേഷം താൻ ദുർബലനല്ല എന്ന് അവന് ലോകത്തെ കാണിക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ഹനുമാന് ഒന്നും തെളിയിക്കാനില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് സ്വന്തമായി ഒരു സാമ്രാജ്യമോ കിരീടമോ ആവശ്യമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരേയൊരു സാമ്രാജ്യം ശ്രീരാമന്റെ ഹൃദയമായിരുന്നു. ആ കിരീടം ഭക്തിയായിരുന്നു. അതുകൊണ്ട് ആരുടെയും അംഗീകാരത്തിനുവേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തില്ല. എല്ലാം രാമനുവേണ്ടി മാത്രം സമർപ്പിച്ചു. ഈ സമർപ്പണമാണ് ഹനുമാനെ അംഗദനേക്കാൾ വലിയവനാക്കുന്നത്. യുദ്ധഭൂമിയിൽ അംഗദൻ ചോരയൊലിപ്പിച്ചു നിൽക്കുമ്പോഴും അവന്റെ കണ്ണുകളിൽ തീയായിരുന്നു. എന്നാൽ ഹനുമാൻ യുദ്ധം ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ രാമനാമമായിരുന്നു. ഒരാൾ പോരാട്ടത്തെ ജീവിതമായി കണ്ടപ്പോൾ മറ്റൊരാൾ പോരാട്ടത്തെ ഭക്തിയായി കണ്ടു. വാലിയുടെ രക്തം അംഗദനെ ഒരു മഹാവീരനാക്കി. എന്നാൽ രാമന്റെ ഭക്തി ഹനുമാനെ ഒരു ദൈവമാക്കി. ലോകം ഉള്ളിടത്തോളം കാലം അംഗദൻ എന്ന അതുല്യനായ പോരാളിയെ നമ്മൾ ബഹുമാനത്തോടെ ഓർക്കും. കാരണം അവൻ പ്രതിനിധീകരിക്കുന്നത് ഭയമില്ലാത്ത യുവത്വത്തെയാണ്, പ്രതിസന്ധികൾക്ക് മുന്നിൽ തളരാത്ത ആത്മവിശ്വാസത്തെയാണ്. എന്നാൽ ഹനുമാനെ നമ്മൾ കൈകൂപ്പി നമസ്കരിക്കും. കാരണം അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് നമ്മിലെ അഹംഭാവങ്ങളെ ഇല്ലാതാക്കുന്ന ഉപാധികളില്ലാത്ത സ്നേഹത്തെയും സമർപ്പണത്തെയുമാണ്. ശക്തി എന്നത് മറ്റുള്ളവരെ തോൽപ്പിക്കാനുള്ളതല്ല, മറിച്ച് നമ്മെത്തന്നെ നിയന്ത്രിക്കാനുള്ളതാണെന്ന വലിയ പാഠമാണ് ഈ 2 കഥാപാത്രങ്ങളും അവരുടെ വ്യത്യാസങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിൽ ആരാണ് കൂടുതൽ ശക്തൻ എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ. യുദ്ധം ചെയ്യാൻ ഭൗതികമായ കരുത്ത് വേണം, എന്നാൽ ആ യുദ്ധം ജയിക്കാൻ ആത്മീയമായ കരുത്ത് വേണം. അംഗദൻ ഭൗതികശക്തിയുടെ പര്യായമാകുമ്പോൾ ഹനുമാൻ ആത്മീയശക്തിയുടെ അനശ്വരമായ പ്രതീകമായി കാലങ്ങളെ അതിജീവിച്ച് നിലനിൽക്കുന്നു. ലങ്കയിലെ ആ വലിയ യുദ്ധഭൂമി ഒരുപക്ഷേ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ കാഴ്ചയായിരുന്നു. ചോരയുടെ ഗന്ധം കലർന്ന കാറ്റ്, ആർത്തുവിളിക്കുന്ന അസുരന്മാർ, മറുഭാഗത്ത് മരങ്ങളും പാറക്കല്ലുകളുമായി നിൽക്കുന്ന വാനരപ്പട. ഈ വലിയ സൈന്യത്തിന്റെ മുൻനിരയിൽ സാക്ഷാൽ രാമലക്ഷ്മണന്മാർക്കും സുഗ്രീവനും ഒപ്പം ഒരു വലിയ കൊടുങ്കാറ്റുപോലെ അംഗദൻ നിൽപ്പുണ്ടായിരുന്നു. വെറുമൊരു ദൂതനായി വന്ന് ലങ്കയുടെ അഹങ്കാരം തകർത്ത ആ യുവാവ് ഇപ്പോൾ ഒരു സേനാപതിയായി മാറിയിരിക്കുകയാണ്. യുദ്ധം തുടങ്ങിയ ആദ്യ നിമിഷങ്ങളിൽ തന്നെ രാക്ഷസപ്പടയുടെ വലിയൊരു നിര വാനരന്മാർക്ക് നേരെ പാഞ്ഞെടുത്തു. പല വാനരന്മാരും ആ രാക്ഷസന്മാരുടെ രൂപവും ആയുധങ്ങളും കണ്ട് ഭയന്ന് പിന്മാറാൻ തുടങ്ങിയപ്പോൾ ആ യുദ്ധഭൂമിയെ വിറപ്പിച്ചുകൊണ്ട് അംഗദന്റെ ഒരു അലർച്ചയുണ്ടായി. എങ്ങോട്ടാണ് നിങ്ങൾ ഓടിയൊളിക്കുന്നത്? ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പോരാട്ടമാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ രാക്ഷസന്മാർക്ക് നേരെ എടുത്തുചാടി. കയ്യിൽ കിട്ടിയ വലിയ പാറക്കല്ലുകൾ കൊണ്ടും മരങ്ങൾ കൊണ്ടും അവൻ രാക്ഷസന്മാരെ തല്ലിച്ചതച്ചു. അവന്റെ ഓരോ അടിയിലും ലങ്കൻ മണ്ണ് കുലുങ്ങി. ഇന്ദ്രജിത്തുമായുള്ള അംഗദന്റെ പോരാട്ടം ആ യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ ഒന്നായിരുന്നു.
മായകൾ അറിയാവുന്ന ആകാശത്തു മറഞ്ഞിരുന്ന് യുദ്ധം ചെയ്യാൻ കഴിവുള്ള രാവണന്റെ ഏറ്റവും കരുത്തനായ മകൻ ഇന്ദ്രജിത്ത് തന്റെ രത്നങ്ങൾ പതിച്ച വലിയ രഥത്തിൽ വന്ന് വാനരപ്പടയ്ക്കുനേരെ അസ്ത്രങ്ങൾ വർഷിക്കാൻ തുടങ്ങി. ആ സമയത്ത് യാതൊരു ഭയവുമില്ലാതെ അംഗദൻ ഒറ്റച്ചാട്ടത്തിന് ആകാശത്തേക്ക് ഉയർന്ന് ഇന്ദ്രജിത്തിന്റെ രഥത്തിലേക്ക് വീണു. വെറുമൊരു മരക്കൊമ്പുകൊണ്ട് അവൻ ആ രഥം തല്ലിത്തകർത്തു സാരഥിയെ കൊന്നുവീഴ്ത്തി. സ്വന്തം രഥം നഷ്ടപ്പെട്ട് നിലത്തുവീണ ഇന്ദ്രജിത്തിന് ആദ്യമായി ഭയമെന്താണെന്ന് മനസ്സിലായത് അംഗദന്റെ ആ ആക്രമണത്തിലാണ്. അവിടെ നിന്നാണ് അവൻ മായായുദ്ധം തുടങ്ങാൻ നിർബന്ധിതനായത്. അംഗദന്റെ ഈ പ്രവൃത്തി വാനരപ്പടയിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയത്. പിന്നീട് നാം കാണുന്നത് രാവണന്റെ മറ്റൊരു മകനായ നരാന്തകനുമായുള്ള അംഗദന്റെ അതിക്രൂരമായ പോരാട്ടമാണ്. കാറ്റിന്റെ വേഗതയുള്ള ഒരു കുതിരപ്പുറത്ത് വന്ന് വാനരന്മാരെ തന്റെ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലുന്ന നരാന്തകനെ കണ്ട് സുഗ്രീവനാണ് അംഗദനെ അവന് നേരെ അയക്കുന്നത്. ആയുധങ്ങളൊന്നുമില്ലാതെ വെറും കൈയോടെ നിൽക്കുന്ന അംഗദനെ കണ്ട് നരാന്തകൻ പരിഹസിച്ചു ചിരിച്ചു. അവൻ തന്റെ കൂർത്ത കുന്തം അംഗദന്റെ നെഞ്ചിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ അത്ഭുതകരമെന്നു പറയട്ടെ, ആ കുന്തം അംഗദന്റെ നെഞ്ചിൽ തട്ടി രണ്ടായി ഒടിഞ്ഞു വീണു. വാലിയുടെ മകന്റെ ശരീരത്തിന് ഇരുമ്പിനേക്കാൾ കരുത്തുണ്ടായിരുന്നു. കോപം വന്ന അംഗദൻ ഒറ്റയടിക്ക് ആ കുതിരയെ കൊന്നുവീഴ്ത്തി. താഴെ വീണ നരാന്തകൻ വീണ്ടും വന്ന് അംഗദന്റെ തലയിൽ ശക്തിയായി ഇടിച്ചപ്പോൾ ആ യുവാവിന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോരയൊലിച്ചു. എന്നാൽ ആ ചോര അവനിലെ വന്യമായ പോരാളിയെ ഉണർത്തുകയാണ് ചെയ്തത്. സർവശക്തിയുമെടുത്ത് അംഗദൻ നരാന്തകന്റെ നെഞ്ചിലേക്ക് ഒരൊറ്റ ഇടിയിടിച്ചു. ആ വലിയ രാക്ഷസന്റെ നെഞ്ചെല്ലുകൾ തകർന്ന് അവൻ അവിടെ വെച്ചുതന്നെ മരിച്ചുവീണു. ആ കാഴ്ച കണ്ട് രാവണന്റെ സൈന്യം ഭയന്നു വിറച്ചു. വെറുമൊരു വാനരൻ തങ്ങളുടെ രാജാവിന്റെ മകനെ വെറും മുഷ്ടിച്ചുരുട്ടി കൊന്നിരിക്കുന്നു എന്ന സത്യം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. യുദ്ധത്തിന്റെ ഓരോ ഘട്ടത്തിലും അംഗദൻ രാമനും ലക്ഷ്മണനും ഒരു വലിയ കവചമായി നിന്നു. മഹാപാർശ്വൻ എന്ന അതിശക്തനായ രാക്ഷസൻ വാനരന്മാരെ കൊന്നൊടുക്കിയപ്പോൾ അവനുമായി ഏറ്റുമുട്ടിയത് അംഗദനാണ്. മഹാപാർശ്വന്റെ ഇരുമ്പുകത കൊണ്ടുള്ള അടി ഏറ്റുവാങ്ങിയിട്ടും യാതൊരു കൂസലുമില്ലാതെ അംഗദൻ അവനെ എടുത്തുയർത്തി നിലത്തടിച്ചു കൊന്നുകളഞ്ഞു. തന്റെ അച്ഛനായ വാലിക്ക് കിഷ്കിന്ധയിൽ എത്രത്തോളം അധികാരവും ശക്തിയുമുണ്ടായിരുന്നോ ആ ശക്തി മുഴുവൻ ലങ്കയിലെ യുദ്ധഭൂമിയിൽ അംഗദൻ പുറത്തെടുത്തു. രാവണന്റെ സൈന്യാധിപന്മാരായ കമ്പനൻ, പ്രജംഘൻ തുടങ്ങിയ വലിയ വലിയ വീരന്മാർ അംഗദന്റെ കൈകൾ കൊണ്ടാണ് മരണം വരിച്ചത്. രാവണൻ നേരിട്ട് യുദ്ധത്തിന് വന്നപ്പോൾ പോലും അംഗദൻ മുൻനിരയിൽ തന്നെയുണ്ടായിരുന്നു. യുദ്ധത്തിൽ മുറിവേറ്റ് ചോരയൊലിപ്പിച്ചു നിൽക്കുമ്പോഴും അവന്റെ കണ്ണുകളിൽ പരാജയത്തിന്റെ ഒരു നിഴൽ പോലും ഉണ്ടായിരുന്നില്ല. ഓരോ രാക്ഷസനെ കൊന്നുവീഴ്ത്തുമ്പോഴും അവനുണ്ടായിരുന്ന ഊർജ്ജം ആ യുദ്ധത്തിന്റെ ഗതിയെത്തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു. രാമനുവേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ തയ്യാറായി നിന്ന ആ വലിയ പോരാട്ടവീര്യം ലങ്കയിലെ മണ്ണിൽ ഒരു പുതിയ ചരിത്രം രചിക്കുകയായിരുന്നു. വാനരപ്പട പലപ്പോഴും രാക്ഷസന്മാരുടെ ആക്രമണത്തിൽ ചിതറിയോടിയപ്പോൾ അവരെയെല്ലാം തിരികെ വിളിച്ച് പോരാടാൻ പ്രേരിപ്പിച്ചത് യുവരാജാവായ അംഗദന്റെ വാക്കുകളായിരുന്നു. ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ പർവ്വതങ്ങൾ പറിച്ചെടുത്തും വലിയ മരങ്ങൾ പിഴുതെടുത്തും അവൻ രാക്ഷസന്മാർക്കുമേൽ വലിയൊരു നാശം വിതച്ചു. ആ യുദ്ധഭൂമിയിൽ രാമന്റെയും ലക്ഷ്മണന്റെയും കണ്ണുകൾ എപ്പോഴും അംഗദനിലുണ്ടായിരുന്നു. കാരണം അവർക്കറിയാമായിരുന്നു ശത്രുവിന്റെ പാളയത്തിൽ ഏറ്റവും വലിയ നാശം വിതയ്ക്കാൻ കഴിയുന്നവരിൽ ഒരാൾ വാലിയുടെ ഈ മകനാണെന്ന്. യുദ്ധം കൊടുമ്പിരികൊള്ളുമ്പോൾ ചിലയിടങ്ങളിൽ ആയുധങ്ങൾ പോലുമില്ലാതെ തന്റെ വലിയ കൈകൾകൊണ്ട് രാക്ഷസന്മാരെ ഞെക്കിക്കൊല്ലുന്ന അംഗദനെ ആർക്കും തടയാൻ കഴിഞ്ഞില്ല. രാവണന്റെ പടയാളികൾക്ക് അംഗദൻ ഒരു പേടിസ്വപ്നമായി മാറി. ദൂതനായി വന്നപ്പോൾ തന്നെ അംഗദന്റെ കരുത്ത് അനുഭവിച്ചറിഞ്ഞ രാക്ഷസന്മാർക്ക് യുദ്ധഭൂമിയിൽ അവനെ നേരിടാൻ വലിയ ഭയമായിരുന്നു. അങ്ങനെ ലങ്കയുടെ മണ്ണിൽ ധർമ്മത്തിനുവേണ്ടി നടന്ന ആ വലിയ യുദ്ധത്തിൽ ഒരു സാധാരണ പോരാളിയായി തുടങ്ങി ഒടുവിൽ ആ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ വിജയശില്പികളിൽ ഒരാളായി അംഗദൻ മാറുകയായിരുന്നു. സ്വന്തം ശരീരത്തിലേറ്റ മുറിവുകളെയോ ഒഴുകിയ ചോരയെയോ വകവയ്ക്കാതെ തന്റെ ലക്ഷ്യത്തിനുവേണ്ടി മാത്രം പൊരുതിയ ആ മഹാവീരന്റെ യുദ്ധതന്ത്രങ്ങളും കരുത്തും രാമായണത്തിലെ വീരഗാഥകളിൽ ഏറ്റവും മുകളിൽ തന്നെ നിൽക്കുന്നു. കിഷ്കിന്ധയുടെ യുവരാജാവായി മാത്രം അറിയപ്പെട്ടിരുന്ന അംഗദൻ ആ യുദ്ധത്തിനുശേഷം 3 ലോകങ്ങളും ആദരിക്കുന്ന ഒരു വലിയ പോരാളിയായി മാറുകയായിരുന്നു എന്നത് കാലം സാക്ഷ്യപ്പെടുത്തിയ വലിയൊരു സത്യമാണ്. ലങ്കയിലെ ആ വലിയ യുദ്ധഭൂമിയിലെ വിജയങ്ങൾക്ക് ശേഷവും നമ്മൾ അറിയാതെ പോയ അംഗദന്റെ ചില വലിയ രഹസ്യങ്ങളുണ്ട്. പുറംലോകം അധികം സംസാരിക്കാത്ത അവന്റെ ചില പ്രത്യേക കഴിവുകൾ. നമ്മളെപ്പോഴും അംഗദനെ വിലയിരുത്തുന്നത് വാലിയുടെ മകൻ എന്ന നിലയിൽ മാത്രമാണ്. എന്നാൽ ആ വലിയ പോരാളിയുടെ ഉള്ളിൽ മറ്റൊരു വലിയ ശക്തി കൂടിയുണ്ടായിരുന്നു. അത് അവന്റെ അമ്മയായ താരയിൽ നിന്നും ലഭിച്ച അപാരമായ ബുദ്ധിശക്തിയാണ്. ദേവഗുരുവായ ബൃഹസ്പതിയുടെ പരമ്പരയിൽപ്പെട്ട താര ലോകത്തിലെ ഏറ്റവും ബുദ്ധിമതിയായ സ്ത്രീകളിൽ ഒരാളായിരുന്നു എന്ന സത്യം നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ആ അഗാധമായ ബുദ്ധി മുഴുവൻ അംഗദന് പാരമ്പര്യമായി ലഭിച്ചിരുന്നു എന്നതാണ് പലർക്കും അറിയാത്ത ഒരു വലിയ സത്യം.
അവൻ വെറുമൊരു വാനരനായിരുന്നില്ല, മറിച്ച് യുദ്ധതന്ത്രങ്ങൾ വളരെ സൂക്ഷ്മമായി മെനയാൻ കഴിവുള്ള അതിവിദഗ്ധനായ ഒരു സൈന്യാധിപൻ കൂടിയായിരുന്നു. ശത്രുവിന്റെ മനസ്സ് വായിക്കാനും അവരുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി കാണാനുമുള്ള ഒരു പ്രത്യേക കഴിവ് ആ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. രാവണന്റെ സഭയിൽ വെച്ച് തന്നോട് മാപ്പു പറഞ്ഞാൽ രാമൻ തിരികെ പോകുമെന്ന് അവൻ പറഞ്ഞത് വെറുമൊരു യുവത്വത്തിന്റെ അഹങ്കാരം കൊണ്ടല്ല, മറിച്ച് രാവണന്റെ ഉള്ളിലെ ഭയം എത്രത്തോളമുണ്ടെന്ന് അളക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ മനഃശാസ്ത്രപരമായ തന്ത്രമായിരുന്നു. അതുപോലെ തന്നെ അംഗദന്റെ ശരീരത്തിന് മറ്റൊരസാധാരണമായ പ്രത്യേകത കൂടിയുണ്ടായിരുന്നു. ഇരുമ്പിനേക്കാൾ കട്ടിയുള്ള വജ്രം പോലെയുള്ള ഒരു ശരീരമായിരുന്നു പ്രകൃതി അവന് നൽകിയത്. യുദ്ധഭൂമിയിൽ പല വമ്പൻ രാക്ഷസന്മാരുടെയും മൂർച്ചയുള്ള ആയുധങ്ങൾ അവന്റെ ശരീരത്തിൽ തട്ടി യാതൊരു പരിക്കുമേൽപ്പിക്കാതെ രണ്ടായി ഒടിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടതാണ്. ശത്രുക്കളുടെ എത്ര വലിയ പ്രഹരവും താങ്ങാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം വന്യമായ ഊർജ്ജം ആ ശരീരത്തിൽ എപ്പോഴും തിളച്ചുമറിയുന്നുണ്ടായിരുന്നു. അതാണ് ഏതു വലിയ ഭൗതികമായ ആക്രമണങ്ങളെയും ചെറുത്തുനിൽക്കാൻ അവനെ സഹായിച്ചത്. മറ്റൊന്ന് അവന്റെ ശബ്ദമാണ്. വലിയൊരു വാനരപ്പടയൊന്നാകെ ഭയന്നോടുമ്പോൾ അവരെ തിരികെ വിളിക്കാൻ അംഗദൻ പുറപ്പെടുവിച്ച ഹൃദയം പിളർക്കുന്ന വലിയൊരു അലർച്ചയുണ്ട്. ആ ശബ്ദം കേട്ടാൽ ശത്രുക്കളുടെ കാതുകൾ അടഞ്ഞുപോകുകയും അവരുടെ ഉള്ളിലെ ധൈര്യം ചോർന്നുപോകുകയും ചെയ്യുമായിരുന്നു. 100 സിംഹങ്ങൾ ഒന്നിച്ചു ഗർജിക്കുന്നതിനേക്കാൾ ഭയാനകമായ ആ ശബ്ദം പല രാക്ഷസന്മാരുടെയും ഉറക്കം കെടുത്തിയിരുന്നു. ഇതിനെല്ലാമുപരിയായി അംഗദന് മറ്റൊരു വലിയ മാന്ത്രിക കഴിവുകൂടിയുണ്ടായിരുന്നു. അത് മായാജാലങ്ങളെ തിരിച്ചറിയാനുള്ള അസാമാന്യമായ ഉൾക്കാഴ്ചയാണ്. രാവണന്റെ മകനായ ഇന്ദ്രജിത്ത് മായായുദ്ധം ചെയ്തപ്പോൾ സാക്ഷാൽ രാമനും ലക്ഷ്മണനും പോലും ആ അസ്ത്രങ്ങൾക്ക് മുന്നിൽ വീണുപോയിരുന്നു. എന്നാൽ അംഗദന് ആ മായകളെ ഒരു പരിധിവരെ അതിജീവിക്കാനും നേരിടാനും കഴിഞ്ഞിരുന്നു. എവിടെ നിന്നാണ് ശത്രു ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്നതെന്നും എന്താണ് യഥാർത്ഥമെന്നും എന്താണ് വെറും മിഥ്യയെന്നും തിരിച്ചറിയാനുള്ള വലിയൊരു ബോധം താരയുടെ അനുഗ്രഹമായി അവനിലുണ്ടായിരുന്നു. സമുദ്രം ചാടിക്കടക്കാൻ തനിക്ക് കഴിയുമെന്ന് അവൻ ലങ്കയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ പറഞ്ഞപ്പോൾ അത് വെറുമൊരു വീരവാദമായിരുന്നില്ല. വാലിയുടെ മകന് ആ വലിയ സമുദ്രം ഒറ്റയടിക്ക് പറന്നുകടക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ തിരിച്ചുവരാനുള്ള ഊർജ്ജം ആ ദൗത്യത്തിനു ശേഷം തന്റെ ശരീരത്തിൽ അവശേഷിക്കില്ല എന്ന് തിരിച്ചറിയാൻ മാത്രമുള്ള പക്വതയും അവനുണ്ടായിരുന്നു. തന്റെ കഴിവുകളുടെ അതിരുകൾ കൃത്യമായി അറിയാവുന്ന ഒരാൾക്കു മാത്രമേ അത്രയും സത്യസന്ധമായി അത് മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു പറയാൻ കഴിയൂ. ഹനുമാനെപ്പോലെ അതിരുകളില്ലാത്ത ഊർജ്ജമുള്ള ഒരു ദേവാംശമല്ല താനെന്നും തനിക്കൊരു ഭൗതിക ശരീരമുണ്ടെന്നും അതിന് അതിന്റേതായ പരിമിതികളുണ്ടെന്നും അവൻ വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. ഇതൊന്നും കൂടാതെ ആരും കാണാതെ പോയ അംഗദന്റെ ഏറ്റവും വലിയ ശക്തി അവന്റെ ഹൃദയമായിരുന്നു. സ്വന്തം അച്ഛനെ മരത്തിന്റെ മറവിൽ നിന്നും ഒളിയമ്പെയ്തു കൊന്ന രാമനുവേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ തയ്യാറായ ആ വലിയ മനസ്സിന്റെ ശക്തിയെ നമ്മൾ എങ്ങനെയാണ് വാക്കുകൾ കൊണ്ട് അളക്കുക? അച്ഛന്റെ ഘാതകനോട് പ്രതികാരം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും മുൻപിലുണ്ടായിട്ടും പ്രതികാരത്തിനു പകരം ധർമ്മത്തെ സ്നേഹിക്കാനും അഹങ്കാരത്തിനു പകരം ക്ഷമിക്കാനും കഴിഞ്ഞ ആ വിശാലമായ മനസ്സാണ് യഥാർത്ഥത്തിൽ അവൻ പ്രയോഗിച്ച ഏറ്റവും വലിയ ആയുധം. വാലിയുടെ ചുട്ടുപൊള്ളുന്ന ചോരയും താരയുടെ തണുത്ത ബുദ്ധിയും രാമന്റെ പരമമായ അനുഗ്രഹവും ഒത്തുചേർന്നപ്പോൾ പ്രകൃതി ഈ ഭൂമിയിൽ സൃഷ്ടിച്ച ഏറ്റവും വലിയ അത്ഭുതമായി അവൻ പരിണമിച്ചു. വെറും ശാരീരികമായ ശക്തിക്കും അപ്പുറം മാനസികമായ ഈ വലിയ കരുത്താണ് അംഗദനെ രാമായണത്തിലെ മറ്റ് വീരന്മാരായ കഥാപാത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തനാക്കി നിർത്തുന്നത്. ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു യഥാർത്ഥ പോരാളിയായി അവൻ മാറിയത് തന്റെ വലിയ പേശികളുടെ ബലം കൊണ്ട് മാത്രമല്ല, മറിച്ച് അനിയന്ത്രിതമായ സ്വന്തം മനസ്സിനെ അവൻ എത്രത്തോളം അടക്കി ഭരിച്ചിരുന്നു എന്നതുകൊണ്ടാണ്. സ്വന്തം കോപത്തെ ആയുധമാക്കാനും സ്വന്തം സങ്കടങ്ങളെ ഊർജ്ജമാക്കാനും അവന് കഴിഞ്ഞു. തന്റെ അച്ഛൻ നഷ്ടപ്പെട്ടപ്പോൾ ഒരു കുഞ്ഞായി അവൻ കരഞ്ഞുവെങ്കിലും പിന്നീടവൻ കരഞ്ഞില്ല, പകരം അവൻ പോരാടുകയായിരുന്നു. ഓരോ തവണയും അവൻ ശത്രുവിനെ വീഴ്ത്തുമ്പോൾ അതവന്റെ ഉള്ളിലെ തന്നെ സങ്കടങ്ങൾക്കുള്ള മറുപടിയായിരുന്നു. പലപ്പോഴും ആ വലിയ യുദ്ധത്തിൽ രാമൻ പോലും അംഗദന്റെ ഈ അപാരമായ കരുത്ത് കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും അവൻ കാട്ടിത്തന്ന ഈ വലിയ പാഠങ്ങൾ ഇന്നും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായി തന്നെ നിലനിൽക്കും. കാരണം അതൊരു സാധാരണ വാനരന്റെ കഥയല്ല, മറിച്ച് സ്വയം ആരാണെന്ന് തിരിച്ചറിഞ്ഞ പ്രതിസന്ധികളെ സ്വന്തം ഇച്ഛാശക്തികൊണ്ട് മറികടന്ന ഒരു മഹാവീരന്റെ അവിസ്മരണീയമായ ജീവിതമാണ്. ആ ജീവിതത്തിൽ നിന്നും ഊർജ്ജം ഉൾക്കൊള്ളാൻ ഇന്നും നമുക്ക് കഴിയും. കാരണം അംഗദൻ ഒരു വ്യക്തിയല്ല, അവൻ കാലങ്ങളെ അതിജീവിക്കുന്ന ഒരു വലിയ ആവേശമാണ്.